ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. പുതിയൊരു വീഡിയോ, പുതിയൊരു ദിവസം. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെ ഇറങ്ങണം. 9:37 9:40 ആയിട്ടുണ്ട്. 10 മണിയാകുമ്പോഴേക്കൊക്കെ സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. മനഃപൂർവ്വമാണ്. ഇവിടെ ഇരുന്ന് നേരം വൈകി, പിന്നെ നല്ല രീതിയിൽ ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ അത്യാവശ്യം സമയമായി. 8 മണിക്കൊക്കെയാണ് എണീക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രിയായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തത്. രാത്രി എഡിറ്റ് ചെയ്യുമ്പോഴേക്ക് പിന്നെ രാവിലെ എണീക്കാൻ കുറച്ച് നേരം വൈകും. അതുകൊണ്ട് ഞാൻ രാവിലെ എഡിറ്റ് ചെയ്യാന്ന് കരുതുമ്പോഴേക്ക് ഓടാനുള്ള സമയം വീണ്ടും നേരം വൈകണം. എങ്ങനെ പോയാലും ആ നേരം വൈകലുണ്ട്. അപ്പോൾ പിന്നെ ഏത് നേരത്താലും കുഴപ്പമൊന്നുമില്ല. പകലിൻ്റെ ആ ഒരു സമയം നമുക്ക് ഓടാൻ വേണ്ടി എടുക്കാമെന്ന് കരുതും, പക്ഷെ അതും കിട്ടാറില്ല. എന്തൊക്കെയായാലും അങ്ങനെ ഞാൻ അപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോകണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്. ഇവിടെ ആദ്യത്തെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ പരിപാടി വലുതാവും കേട്ടോ. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കോ? സ്പെഷ്യലാണെങ്കിൽ ആ വിരലും വിടണ അതിണ്ടോ അവിടെ? ഇത് സീനാവൂട്ടോ കളി. അവരെ ശ്രദ്ധിക്കണം കേട്ടോ. വിരലുമ്പോ തട്ടാൻ തന്നെ പാടില്ല. മാങ്ങ മാത്രമേ മുറിയാൻ പാടുള്ളൂ. ഓക്കെ. ഇന്നലെ വാങ്ങിയതാണ് നമ്മൾ. ഇപ്പോൾ ചിലത് ചനച്ചിട്ടുണ്ട്. ഇത് ചനച്ചതാണ്. പക്ഷേ അതിൽ വലിയ മധുരം നട്ടില്ലല്ലോ. ആയിക്കോട്ടെ. 2:30ക്ക് നമുക്ക് ഡോക്ടറെ ബുക്കിംഗ് ഉള്ളത്. അപ്പോൾ 2:30ക്ക് നമ്മൾ ഇന്ന് ഡോക്ടറെ കാണണം. പിന്നെ ഒരു പരിപാടി ഇല്ല ഇനിയിപ്പോൾ ഇവിടെ. ആദ്യത്തെ പരിപാടി നമ്മൾ ടയറിൻ്റെ കേസിൽ തീരുമാനം ഉണ്ടാക്കുന്നുള്ളതാണ്. ടയർ ഇനി ഓടാൻ വേണ്ടി പാടില്ല. ഇന്നലെ തന്നെ ഓടാൻ വേണ്ടി പാടില്ല. ഞാൻ ശനിയാഴ്ച റെഡിയാക്കണം എന്ന് എഴുതിയതാണ് ടയർ. ശനിയാഴ്ച നിർഭാഗ്യവശാൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതായത് ശനിയാഴ്ച എന്തോ പരിപാടികളുണ്ടായിരുന്നല്ലേ, അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പറ്റാഞ്ഞത്. പിന്നെ മറന്നും പോയി. ഇത് സാധനം നാസറാക്കാൻ്റെ കൊടുത്തിട്ടില്ല കേബിൾ. ഇത് കൊടുക്കണം. ഇത് ഇവിടെ തന്നെ വെച്ചത് മറക്കാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി നേരെ ടയർ ഇടാം. അപ്പോൾ ഡിജിടെക്കിൻ്റെ ഈ മൈക്കയിൽ സൗണ്ട് അത്രാണ്ട് ക്ലിയർ ആവുന്നില്ല അല്ലേ? അതായത് കഴിഞ്ഞ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഞാൻ വേറെ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരട്ടെ. അത് വരുന്നത് വരെ 5 ദിവസമാണ് സമയം ഉള്ളത്. അത് നമുക്ക് ഇവിടെ ലോക്കൽ മാർക്കറ്റിലൊന്നും ഇല്ല. പിന്നെ കോഴിക്കോടൊക്കെ പോകണം. ഇവിടുന്ന് പോകുമ്പോഴേക്ക് 10-60 കിലോമീറ്ററാണ്. അപ്പം അതിന് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. ആമസോണാണ്. എന്തായാലും ഒരു ഞായറാഴ്ചക്കുള്ളിൽ എത്തും എന്നാണ് ഞാൻ കരുതുന്നത്. എത്തും. അതെത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാവും. നല്ല മൈക്കാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഏതായാലും തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വണ്ടി സ്റ്റാർട്ടാണ്. ഇറങ്ങി നോക്കാം. എങ്ങനെ ഇറങ്ങിക്കണം. ആദ്യം നമ്മൾ പോകേണ്ടത് ടയർ പഞ്ചറ കിടക്കുന്ന ടയർ കടയിലേക്കാണ്. കാരണം എന്താ വെച്ചാല് ടയർ വർക്ക് ചെയ്ത് നമ്മൾ ടയർ ഒന്ന് മറച്ചു കൊടുക്കണം. മറച്ചു കൊടുക്കി തരുമോ എന്ന് ചോദിച്ചാണ്. നല്ല ഉറക്കാട്ടോ ആള്. എന്താ അവിടെ ഓയ് ഒരു ടയർ മറച്ചു കൊടുക്കുവോ? മറച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്റ്റെപ്പിന് നല്ല ഉറക്കമൊക്കെ സ്വീപ്പാക്കി ഞാൻ. സ്റ്റെപ്പിന് അറിയുന്നത് അതും ഫസ്റ്റ് കേസ് തന്നെയാണ്. ഇതിലാണെങ്കിൽ വെള്ളക്കുട്ടികളെ കൊണ്ട് കയറിക്കണ്ട. ഇതൊക്കെ ഞാൻ കുടിക്കണതാണ്. 10 ഉറുപ്പിക ഞങ്ങൾക്കൊരു വെള്ളക്കുപ്പിക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം എടുത്തിട്ട് കൊണ്ടുവരലധികം കുറവാണ്. ഞാനൊക്കെ 10 ഉറുപ്പിക അല്ലേ ചെയ്യാണ്ടേ, 1 ലിറ്റർ വാങ്ങും. 1 ലിറ്ററിന് 10 രൂപ ഹോൾസെയിൽ റേറ്റ്. ഇതാണ് അരിസ. അല്ല, ഇത് മാത്രം മറച്ചു പിടിക്കാൻ മതി. നല്ലൊരു സൈഡെല്ലാം പോയിട്ടില്ലേ? അതാ പിന്ന് പോയപ്പോഴേ മുന്നിലിട്ടതിന്. അവിടെ നമ്മൾ മറച്ചു കുടുക്കി. ഇനി നമ്മൾ റീസോളിങ്ങിൻ്റെ കടയിലേക്ക് പോവാണ്. അപ്പോൾ അത് കുറച്ച് മേലെയാണ്. അവിടേക്ക് പോയി നോക്കാം നമുക്ക് കേട്ടോ. ലോറി ടയറുകളാണത്. ഒരു 4-5 ലോറി ടയർ ഉണ്ടായെങ്കിൽ തന്നെ അല്ലേ. ഒരു ടയറിന് എന്ത് വില ഉണ്ടാവും? ഒരു 10-20 ഉറുപ്പിക ഉണ്ടാവില്ലേ? ഇതൊരു ടയറിന് എന്ത് വില ഉണ്ടാവും? ഇത് സെക്കൻഡ് ഈ ഡിസ്ക് അടക്കം 12 ഉറുപ്പികക്കാണ് ഈ ടയർ എടുത്തിക്കണം. കൊള്ളാം. റീസോളിങ് ചെയ്തോ? കറക്റ്റായിട്ട് ഉണ്ട്. റീസോളിങ് വേണ്ട, എന്താ തന്നെ അറിയാലോ. ഇതാണ് ചെയ്യണ്ടേ കേട്ടോ.
ഫസ്റ്റ് കേസാണ്. അത് അതിൻ്റെ ഒരു അറ്റം പോയതാ മുന്നിലിട്ടിട്ടേ. ഇതും ഫസ്റ്റ് കേസാണ്. ഇത് പറ്റായിന് നിർത്താൻ പറ്റൂല. അങ്ങനെയെങ്കിൽ ആ ഒരു കടമ്പ തീർന്നു. ടയർ ഒരു കൊടുത്തിട്ടുണ്ട് റീസോളിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോ കൊടുക്കുന്ന ടയർ എന്ന് പറയുന്നത് ടോളിൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ടോളിൻസ്. അപ്പൊ ഈ ടോളിൻസ് ടയർ നിന്നിട്ടുണ്ട് എനിക്കത് കിലോമീറ്ററുകൾ. പക്ഷെ അദ്ദേഹം പറയണത് എന്താ വെച്ചാല്, ഇത് ചിലപ്പോ ചെയ്താൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഫസ്റ്റ് കേസ് ടയറാണ്. ഇന്നലെ ചെയ്ത ടയർ വേറെ, ടോളിൻസ് വേറെ, അത് എയർ കൊടുക്കാണ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ എയർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ വിഷയമുണ്ട്. റീസോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളൊരു പോരായ്മ അതിലുണ്ട് തോന്നുന്നു. പിന്നെ വല്ലാതെ ഇറങ്ങുന്നില്ല സാധനം കേട്ടോ, അധികം വല്ലാതെ ഇറങ്ങുന്നില്ല, ആരും വാങ്ങിക്കുന്നുണ്ടാവില്ല. ഞാൻ പിന്നെ അന്ന് എന്റെ ഒരു ഇത് വാങ്ങിയതാണത്, ഒരു 1000-200 ലാഭം കണ്ട് വാങ്ങിയതാണ്. പിന്നെ അങ്ങനെ ആരും വാങ്ങണ്ട. MRF C8 ഒക്കെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ആദ്യം C8 ആയിരുന്നു, പിന്നെ ഞാൻ MRF ആണ് ഇപ്പം എല്ലാം ഇടല്. ടോളിൻസ് ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് കയറ്റിയതാണ്. എന്തൊക്കെയായാലും ഒരു പുതിയ കമ്പനി അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യായിരുന്നു. മറച്ചാൻ പറയുന്നുണ്ടല്ലോ, അതൊന്നും ആളില്ല. ഡ്രൈവർമാരല്ല, സ്റ്റാൻഡിലെത്തിക്കണ്ട, സ്റ്റാൻഡിലുണ്ട് നമ്മള്. ഇനി ഉടനെ ഉച്ച വരെ ഓടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം നമ്മൾക്ക് 2-2:30 ആകുമ്പോഴേക്ക് നിലമ്പൂർ എത്തണം. നിലമ്പൂർ എത്തിയാൽ പോരാ, അവിടെ നിന്ന് പോകണം. അപ്പൊ 10:20 സമയം. കൈനീട്ടമാണ്, കൈനീട്ടം 30 രൂപയുടെ. അതായത് ഒരു പലചരക്കിന്റെ കട, നമ്മുടെ നാട്ടിലെ കടല്ലേ, പീടിയ കച്ചവടം. അപ്പൊ ഒരു കച്ചവടത്തിലുള്ള സാധനമാണ് അപ്പൊ നമ്മൾ കൊണ്ടുപോയത്. ഇവിടെ കരുണാലയപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഒരു സ്ഥലത്തേക്കായിരുന്നു നമ്മളത് കൊണ്ടുവന്നത്. റോഡ് കൊണ്ടും എല്ലാം കൊണ്ടും ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോഴേക്ക് ലോക്കൽ നമ്മൾക്ക് വലിയ പ്രശ്നമല്ല. കാരണം മെയിൻ റോഡാണ്. അവിടെ നിന്ന് നാലുകൂടി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഒരൊറ്റ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ആ ഗിയർ നമുക്ക് ഇവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. വരുന്ന വഴിയിൽ എവിടെയും കാര്യമായി തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പോകുന്ന ആളുണ്ടല്ലോ ഗേറ്റ് തുറക്കുന്ന, എൻ്റെ 8ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. 8ാം ക്ലാസ്സിൽ തന്നെ, അത് 9-ലാണോ ഒക്കെ അറിയില്ല കേട്ടോ. എൻ്റെ ക്ലാസ് ടീച്ചർ ആറിനുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചറാണ്. പേരൊക്കെ അറിയാം, പേര് ഞാൻ പറയുന്നില്ല, പേരൊക്കെ അറിയാം. ഏതായാലും ടീച്ചർക്ക് നമ്മളെ ഓർക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് പിന്നെ അങ്ങനെയാണ്. ടീച്ചർമാരെ ഓർക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലേക്ക് 40 കുട്ടികൾ, 45 കുട്ടികളൊക്കെ ഉണ്ടാവും. എനിക്ക് തന്നെ ആദ്യം പറഞ്ഞാൽ എന്റെ ക്ലാസ്സിലെ പല ചെക്കന്മാരെ പേരും പറയില്ല. എന്നിട്ട് ഇവന്മാരെയൊക്കെ എന്നെ വണ്ടൂരിന്ന് കാണുമ്പോ ഇന്ന അവർക്ക് പെട്ടെന്ന് അറിയും. എന്റെ പേരും അവർക്ക് അറിയും. നമ്മുടെ പേര് പിന്നെ അത്ര ഒരു സംഭവം അല്ലാത്തതുകൊണ്ടും, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പേരാണ് എന്റെ പേര്. അത് ഒരു ഓർമ്മയില് ഞാൻ നിൽക്കും. എനിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, എന്നെ എല്ലാവരും വിളിച്ച്. എന്റെ നാട് ഞങ്ങൾക്ക് അറിയാലോ, വണ്ടൂര് പോക്കാടകുന്നമ്മലാണ് എന്റെ വീടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കൂൾ മൊത്തം എന്നെ വിളിച്ചിരുന്നത് പോക്കാടാന്നാണ്. അവിടെ ഇപ്പോഴും ചെക്കന്മാരെന്നെ അങ്ങാടിയിൽ നിന്ന് കാണുമ്പോ അധികം ആളുകളും പോക്കാടാന്ന് തന്നെ വിളിക്കുക. അതിൽ കുറച്ച് പഠിക്കണ പിള്ളേരുണ്ടാവും, അത്യാവശ്യം തിരക്കില്ലാത്ത പഠിക്കണ പിള്ളേർ. അവന്മാര് മാത്രമാണ് വിഷ്ണുരാജ് എന്ന് കൂട്ടി വിളിക്കുക, വിഷ്ണുരാജ് എന്ന് വിളിക്കുക. അല്ലാത്തവരൊക്കെ കോക്കാടാന്ന് വിളിക്കുന്നത്. ഏതായാലും ടീച്ചറെ കൊണ്ടുവിടാനുള്ള, നമ്മളാരും ട്രിപ്പ് പോയില്ലേ ഇപ്പൊ സാധനം ഇറക്കാൻ വേണ്ടിയിട്ട്. അത് ഇറക്കിയിട്ട് നമ്മൾ റിട്ടേൺ പോകുമ്പോ സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്ന് വെച്ച് ടീച്ചർ കൈ കാണിച്ച് കയറിയതാണ്. അവിടുന്ന് നമ്മൾ വാളാറങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 2.5 കിലോമീറ്റർ ദൂരത്തേക്ക് ടീച്ചറെ കൊണ്ടുവന്ന് വിട്ടതാണ്. 50 രൂപയാണ് ചാർജ് വരിക, 50 രൂപ കിട്ടി. നമ്മൾ അവിടെ നിന്ന് പോന്നപ്പോ 3 പേരെ നമ്മൾക്ക് സ്കൂളിന്റെ ഫ്രണ്ടിൽ നിന്ന് വീണ്ടും അങ്ങാടിയിലേക്ക് മടക്കം കിട്ടും. അപ്പൊ അത് 30 രൂപ. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ 110 രൂപ അല്ലെ. 110 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടാ. 1 മണിക്കൂറായില്ല നമ്മൾ വന്നപ്പോഴേക്ക്. നന്നായി. എന്തായാലും ഒരാൾ കയറി ബാക്കി കൊടുക്കാൻ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ചെല്ലപ്പൻ ഒരു 10 റുപ്യ ഞങ്ങൾക്ക് പറഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ തന്നെ ചില്ലറല്ലേ. അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഇത് 60 റുപ്യ ഇപ്പൊ തരുന്ന 50 റുപ്യക്ക് 60 റുപ്യ ഇല്ലേ? അപ്പൊ നിങ്ങാക്കോ എട്ടെങ്കറായി തന്നിട്ട് എന്താ കാര്യം? അല്ലല്ല, നമുക്ക് എൻ്റെ കയ്യിൽ 2 10 ഉണ്ട്. അതിലൊരു 10 നിങ്ങൾക്ക് എടുക്കാം.
ചില്ലറക്കുള്ള ഒരു ഇടങ്ങേറ്. അപ്പൊ 50 ഇപ്പൊ ഇതും കൂടി തന്നാ ഓക്കെ. അല്ലെങ്കിൽ നിങ്ങക്ക് നഷ്ടാവും. സെല്ലീസ് കേട്ടോ, സെല്ലീസ് നമ്മളെക്കനാണ്. പുതിയ ക്യാമറയിൽ മൂപ്പര എടുത്തിട്ടില്ല എന്ന് ഇന്നലെ പറഞ്ഞു. പിന്നെ ചില്ലറാക്കുന്നത് എടുത്താല് അല്ലേ? എന്തൊക്കെ വർത്താനം? സുഖല്ലേ? ഇപ്പൊ വരുന്നേ ഞാനേ അവിടുന്ന് ബോയ്സിനോട് ഇങ്ങനെ തിരിച്ചപ്പോ 2 ആളെ കണ്ടു. അത് ഞാൻ കൊണ്ടുവന്നു. അത് ഞാൻ പ്രതീക്ഷിച്ച് ഇങ്ങനെ വരികയാണ്. അത് നിങ്ങളേന്നോ? 20 ഉറുപ്പിക കിട്ടുന്നില്ല ഇതിലിങ്ങനെ. ബ്ലോക്കിന്റെ അപ്പുറത്ത് അതിനാ നല്ല റൈസാക്കി പിടിച്ചു, കിട്ടിയില്ല. അപ്പോൾ ഫോളോവർ റെസ്റ്റോറന്റ് വണ്ടിയാണ് കൊണ്ടുവന്നത്. ഞാൻ കൊണ്ടുവന്നത്. നിങ്ങളാണ് ബ്ലോക്കിന്റെ അപ്പുറത്തുണ്ടായിരുന്നു. അവിടെ കിട്ടുമെന്നൊക്കെ അതപ്പത്തിന് ഞാൻ കരസ്ഥമാക്കിയടാ, കരസ്ഥമാക്കിയത്. അങ്ങനെ ഉള്ളു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് വേറെ ആരും കൊണ്ടുപോകും അല്ലേ? തിരക്കുള്ള അല്ലെങ്കിൽ നമ്മള് പൊട്ടിച്ചു കിട്ടിയത് പ്രസറാക്കും നമ്മള്. 20 ഉറുപ്പ്യ പോകാറേ അല്ലേ? 10 ഉറുപ്പ്യന്റെ വില അറിയണമെങ്കിൽ ഈ പണിയെടുക്കണം. ഓട്ടോയിൽ പണിയെടുക്കണം അല്ലേ? ഓട്ടോ പണിയെടുക്കണം. 10 ഉറുപ്പ്യന്റെ വില ഞങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. അത് വേറെ തമാശ ഞങ്ങൾ വലുതും പറയും. സീരിയസ് ആയിട്ട് അത്രേ ഉള്ളൂ. അങ്ങനെ ചാടിച്ചോ? ലോക്കൽ എടുത്തു. ഫസ്റ്റ് ലോക്കല് ഞാൻ തന്നെ ഫസ്റ്റ് ലോക്കലാ. പക്ഷെ എങ്കിൽ ലോക്കലിന് വേറെ ലോക്കൽ ക്ലിയർ അല്ലേ? ഇതിന്റെ വിഷയം പണി കണ്ടോളൂ. ഇങ്ങനെ നാളെ ഇന്ന് വരും. മുന്നുകോട്ടെ വണ്ടി തള്ളാനായിരുന്നു. ഓ ശരിയാണ് ഒരുപാട് തള്ളാനായി. ഞാന് വീട്ടിൽ ഉപ്പുമാവ് ചെയ്തു. അപ്പൊ ഉപ്പുമാവ് പോരാ. ഞാൻ ഉപ്പുമാവ് തിന്നൂല. ചായ കുടിച്ചിട്ട് നിങ്ങളില്ലല്ലോ? ഇല്ല ഞാനല്ലേ. പോയിട്ടോ. ഓക്കെ ബൈ. നമ്മളുടെ കയ്യിൽ ഒരു പ്രൈവറ്റ് വണ്ടി ഇല്ലേന്നോ? ആ വണ്ടി ഇപ്പൊ എവിടെയാണ്? എന്താണ് ആ വണ്ടിക്ക് സംഭവിച്ചത്? നമ്മൾക്ക് ആ വണ്ടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയാലോ? അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 11:45 ഞാനിപ്പോൾ ആ വണ്ടിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. ഇപ്പം എന്താണ് ആ വണ്ടിയുടെ കണ്ടീഷൻ, ആ വണ്ടി എന്തായി, എങ്ങനെയായി എന്നുള്ളതൊക്കെ ഒന്ന് കാണാനും നിങ്ങളെ കാണിക്കാനും വേണ്ടിയിട്ട് പോവാണ്. ചെങ്ങന്മാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് എല്ലാ ഡ്രൈവർമാരോടും പറയണം. ഡ്രൈവർമാരെന്ന് പറയുമ്പോഴേക്ക് കാറ്, ഓട്ടോറിക്ഷ, ബസ്, ലോറി, ജീപ്പ് ഓടിക്കുന്നവർ മാത്രമല്ല, ബൈക്ക് ഓടിക്കുന്നവരെയും കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. ഒരു വണ്ടി നിങ്ങളുടെ വണ്ടിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെ ഓവർടേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി CC കൂടിയ വണ്ടി ആയിരിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബൈക്ക് അങ്ങനെ പോകുന്നു, ഒരു കയറ്റമാണെന്ന് കരുതാം. പോലെ വളരെ സ്ലോയിലാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരനെ അതിനെ ഓവർടേക്ക് ചെയ്യുന്നു. ഓട്ടോറിക്ഷക്കാരൻ കുറച്ച് ബുദ്ധിമുട്ടിയാണ് ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വലിയൊരു CC ഇല്ലാത്ത വണ്ടിയാണ്. അതായത് ബൈക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്ക് ഉള്ളൊരു വിഷയമാണ്. സ്പീഡിലോട്ട് ഓവർടേക്ക് ചെയ്ത് ചിലപ്പോൾ പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോഴേക്ക് ബൈക്കുകാരൻ പകുതി, അതായത് ബൈക്കോട് ചാടി എത്തിയിട്ടുണ്ടാവും. അപ്പോടെ ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ആകുന്ന ഒരു പരിപാടിയുണ്ട്. അത് ഈ ഓട്ടോറിക്ഷ എന്നല്ല, എല്ലാ വണ്ടിക്കാരും എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് ആരാരും ചെയ്യരുത്. ആ ഓവർടേക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക. മെയിനായിട്ടുള്ള കാര്യം. ഒരുപാട് അപകടം കുറക്കാൻ വേണ്ടിട്ട് പറ്റും. ഞാനിപ്പോ ഈ ഒരു നേരത്തെ എനിക്കുണ്ടായ അനുഭവം അതുപോലെ തന്നെ ഞാൻ കണ്ടതാണ്. എനിക്ക് പല വട്ടി അനുഭവം ഉണ്ടായിരിക്കണം. അത് അധികം നമ്മൾക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള വണ്ടികൾ എന്ന് പറയുന്നത് കാറ്, ബസ്, ബൈക്ക്. ഈ 3 ആളുകൾക്കും നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴേക്ക് ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കാം. എന്തായാലും ഓവർടേക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പല ആളുകളും അനുവദിക്കാറില്ല, കംപ്ലീറ്റ് ചെയ്യാൻ അയക്കില്ല. അത് കംപ്ലീറ്റ് ചെയ്യണതിന് മുമ്പ് തന്നെ ഓരോടത്ത് എത്തിക്കഴിഞ്ഞാൽ ആക്സിലേറ്റർ കൊടുക്കണം, ഓരോട് കയറി പോകണ്, നമ്മൾ നടു റോഡിൽ നിൽക്കണം. അപ്പോഴേക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഒരു അപകടത്തിന് അവിടെ ഏറെ സാധ്യത. അപ്പോളിസ്റ്റിൻ്റെ കടയാണ്. അതായത് നമ്മുടെ വണ്ടി പെയിൻ്റൊക്കെ അടിച്ച് കാറ്റ് കുറഞ്ഞ വണ്ടിയിൽ അത് ചെളിയിൽ പൂന്തിയാണ്. അവരിവിടെ മഴയത്തിട്ടൊക്കെയാണല്ലോ. അതിൻ്റെ അമ്മോ, വേറെ എവിടെ നിർത്താനും ഗ്യാപ്പ് ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പോൾ പുതിയ പെയിൻ്റൊക്കെ അടിച്ചതാണ് നമ്മൾ വണ്ടിക്ക്. പുതിയ പെയിൻറ്റ് ബാക്കിലും ഫുള്ളായിട്ട് അടിച്ചു. നമ്മളെല്ലാ ഭാഗത്തും അടിച്ചു. ഫുള്ളിലൊക്കെ അടിച്ചതാണ്. പക്ഷേ എങ്കിലൊക്കെ മഴ പെയ്തിട്ട് ആകെ ചീഞ്ഞ് ഇനി ഒന്നുകൂടി സർവീസ് ചെയ്യേണ്ടതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ സീറ്റ് ചാരി, ഈ സീറ്റിൻ്റെ പലകയ്ക്ക് വലിയ വിഷയമല്ല. ഉണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ പലകയ്ക്ക് എന്താ വിഷയമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പലക ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നമ്മൾ ഉഷാറായിട്ട് പണിയൊക്കെ എടുത്തിട്ടുണ്ട്. വുഡ് ഇന്നർ അത് ഒരിട്ടൂല്ലേ? വുഡൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. ഇന്നർ ഞാൻ അവരോട് ഇതൊന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു.
അത് കുഴപ്പമില്ല, അത് അവർ ചെയ്തിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് അല്ലേ, നന്നായിട്ടുണ്ട്, നല്ല ഒരു വൃത്തിയായിട്ടുണ്ട്. ഇനി ഉഷാറായിട്ടൊന്ന് കഴുകിയാൽ തന്നെ മതി, വണ്ടി ക്ലിയർ ആവും. അപ്പോൾ അങ്ങനെ ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ ചോദിച്ചോട്ടെ, സീറ്റിൻ്റെയൊക്കെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് കേട്ടോ. വണ്ടി ഇവിടെ നിന്ന് പെട്ടെന്ന് കൊണ്ടുപോകണം. ഇവിടെ ഇങ്ങനെ ഈ ഒരു മഴ പെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആകെ സീനാവല്ലോ. വൃത്തികേടായി വണ്ടി ആകെ. ഞാൻ സർവീസൊക്കെ ചെയ്ത് പുതിയ പെയിൻ്റ് അടിച്ച് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ ഇത്. കണ്ടിട്ട് തന്നെ ഇടങ്ങേറാവാടാ. അതായത് ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഇതിപ്പോൾ ഈ നെട്ടും സ്ക്രൂ ഒന്നും മുറുക്കാനും പറ്റില്ല, പൊളിയും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ചാരല്ലേ, ഇത് ചാര്, ഇത് സിജോട്ടോ കേട്ടോ, നമ്മളെ കുക്കുവിൻ്റെ അയൽവാസിയാണ്. പിന്നെ സീറ്റ് ഇതാ. അപ്പോൾ ഇതിനും മാറ്റണം. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയും, നമുക്ക് നോക്കാം, ചെയ്ത് നോക്കാം. മറ്റേ വണ്ടി ഇവിടെ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നമ്മുടെ അടുത്ത പരിപാടി വണ്ടൂരങ്ങാടി പോയിട്ട് വീണ്ടും ഓട്ടോ വിടുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ആ വണ്ടിൻ്റെ പണികളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇനി അതിൻ്റെ പണികളായിട്ട് എടുക്കാനുള്ളത് ആ സീറ്റ് കവറുകളാണ്. സീറ്റ് കവറിൻ്റെ സീറ്റിൻ്റെ പലകകളൊക്കെ പോയിട്ട് പഴയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ വണ്ടി കിട്ടുമ്പോൾ ഞാൻ ഇത്തരം പണികളൊന്നും എടുക്കാതെ ഞാൻ യാത്ര പോയി. എനിക്ക് സീറ്റിൻ്റെ ആവശ്യം തന്നെ അല്ല, ഫ്രണ്ടത്തിൻ്റെ സീറ്റ് മാത്രം മതി. ബാക്കിലത്തെ സീറ്റ് വെച്ചാലും ഒന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല, ഞാൻ അങ്ങനെ എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ സീറ്റ് കവർ മാറ്റാം എന്ന് കരുതുന്നതായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ പലക ഫുള്ളായിട്ട് പോയിടും, പലകകളൊക്കെ മാറ്റണം. അപ്പം അങ്ങനെ ഇനി മൊത്തത്തിൽ അത് മാറി ആ വണ്ടിൻ്റെ പണി ഫുള്ളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു 3-3.5 റുപ്യ ചിലവുണ്ട്. 3500 രൂപയോളം ചിലവാണ്. 3500 രൂപ ചിലവാക്കി നമ്മളെടുത്താലും കുഴപ്പമില്ല. വണ്ടി ചെയ്യാൻ കാണാൻ വൃത്തി ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഓരോ 1-2 ദിവസം കൊണ്ട് പോലെ റെഡി ആക്കിയിട്ട് എന്നെ വിളിക്കുന്നുണ്ടാവും. വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. വണ്ടി അപ്പം ഒന്നും കൂടി സർവീസ് ആയിട്ട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ വൃത്തിക്കൊന്ന് കൈകാര്യം മതിയാവും. എന്തൊക്കെയായാലും ആ വണ്ടി നമ്മുടെ വണ്ടി പോലെ തന്നെ, പക്ഷേ എങ്കിൽ ഇപ്പൊ നമ്മുടെ വണ്ടിയല്ല, ലൈനിലാണ്. ഈ പണികളൊക്കെ നമ്മൾ ഇന്നലെ തീർക്കേണ്ടതാണ്. അതായത് വണ്ടിന്റെ ടയറാണെങ്കിലും ഈ പ്രൈവറ്റ് ഓട്ടോറിക്ഷ പോയി നോക്കുന്നതാണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിൽ പോകേണ്ടതാണെങ്കിലും ഒക്കെ ഇതൊക്കെ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് തീരേണ്ട കേസുകളായിരുന്നു. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ നമുക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് നേരം കിടക്കേണ്ടി വന്നതുകൊണ്ട് എല്ലാം സ്റ്റക്കായി പോയതാണ്, വേറെ സംഭവിച്ചതൊന്നല്ല. അതുപോലെ തന്നെ നാളെ നമുക്ക് ഉച്ചവരെ നാളെ നഷ്ടപ്പെടും. നാളെ ഉണ്ട് നമുക്കൊരു പരിപാടി ചെയ്തെടുക്കാം. അതൊക്കെ നമ്മളുടെ സ്വന്തം പരിപാടികളാണ്. ചെക്കന്മാരപ്പോൾ ഞാനൊരു ലോക്കൽ കഴിഞ്ഞ് ഇങ്ങനെ പോരാണ്. ഇന്ന് അത്യാവശ്യം തിരക്കില്ലാത്ത ഓട്ടോ ഉണ്ട് കേട്ടോ, ഓട്ടോ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മളുടെ ഓട്ടോ ഇവിടെ വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ. വണ്ടികൾ ഇപ്പോൾ കൂടിയിട്ടാവും. പക്ഷേ നേരത്തെ ഇത്രയില്ലായിരുന്നു. ഞാൻ 2 വണ്ടിയെ കൊള്ളാം, അപ്പോൾ ലോക്കൽ എടുത്ത് പോകണ്ട. ചോറിന് പകുതിയായി. അപ്പോഴാണ് ഓർത്തത് വീഡിയോയിൽ കാണിച്ചില്ല. ഒന്നുമില്ല, മീൻ വറുത്തത് കിളിമീനാണെന്ന് ചിന്ന പറഞ്ഞു. ഇതിൻ്റെ പിച്ച് ഒന്നിലറച്ച് മീനുകളുടെ പേരങ്ങനെ അറിയില്ല, അത് പ്രശ്നമുണ്ട്. പറയുമ്പോൾ പോരാന്ന് ഒന്നിലേറെ എന്താ കൺഫ്യൂഷൻ വരാൻ കാരണം വെച്ചാൽ ഓരോ നാട്ടിലും ഓരോ പേരാണ്. ഇത് ഇവിടെ കേൾക്കുന്ന ഓരോ സോഷ്യൽ മീഡിയയിൽ വേറെ ഒരുത്തം പറയുന്നത്. നമ്മളിവിടെ നാടൻ പേര്. പിന്നെ ഞാൻ മീൻ ചൂണ്ടിക്കാട്ടിയാണ്ട് ഈ മീൻ എത്ര ചോദിച്ചു. അതിക്ക് ചെറിയൊരു എന്താ പരിപ്പും കറിയോ, ചേമ്പുത്ത് പരിപ്പുണ്ടല്ലേ, അല്ലേ ഇത്രയും ചേമ്പും കറി പകുതി നിന്നോട്ട് മനസ്സിലാക്കില്ലത്. അതൊക്കെ കൂട്ടി കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് 2 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ചെങ്ങന്മാരപ്പോ നിലമ്പൂരിൽ നമ്മൾ ഡോക്ടർക്ക് ബുക്ക് ചെയ്തത് 2:30 എത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്പൊ സമയം 3:15. 3:15 ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആകെ എന്താ പറയാ ഒരു 3-4 കിലോമീറ്റർ പോകണ്ടുള്ളൂ. ഓരോരുത്തരുടെ ബാക്കില് എന്തോ ഒരു വിളിച്ചിട്ട് പറഞ്ഞേ കാണിക്കാൻ കൊല്ലുന്നില്ല. അവിടെ നിന്ന് ഒരു ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ ഞാൻ എന്താ സംഭവം ചോദിച്ചാല് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് വയറ് വേദന എനിക്ക്. ഇപ്പൊ വയറ് കഴിച്ചിട്ട് കൊണ്ട് പറയാ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കങ്ങനെ വയറുവേദന ഒന്നും ഉണ്ടാവാറില്ല. യാത്ര പോകുമ്പോഴാണ് നമ്മൾ എവിടുന്നേലൊക്കെ നമ്മുടെ വയറിന് പറ്റാത്ത എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇപ്പൊ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വയറുവേദന. അപ്പൊ ഒരു മുളക് ഉണ്ടല്ലോ, നമ്മളെ കൊണ്ടാട്ട മുളക്. ഇപ്പൊ കൊണ്ടാട്ട മുളക് കഴിച്ചാർന്ന് ആ മുളക് നമ്മൾ എണ്ണയിൽ വാട്ടിയെടുക്കുന്ന
അപ്പൊ അതായത് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാം. അതുകൊണ്ടാണ് ഡൗട്ട്. അതായത് ഡോക്ടർക്ക് എത്തി, ക്ലിനിക്കിലാണ്, ഹോസ്പിറ്റലിലല്ല. അപ്പോഴേക്ക് ആര്യക്കുട്ടി ഉറങ്ങി. അതായത് ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ നമ്മൾ നേരത്തെ ക്ലിപ്പ് കഴിഞ്ഞിട്ട് തോന്നുന്നത്. 15 മിനിറ്റ് ആവണം. 15 മിനിറ്റ് 20 മിനിറ്റ്. അപ്പോഴേക്ക് ആര്യ ഉറങ്ങിപ്പോയി. അവൾ പോയിക്കണ കാണിക്കാൻ. ഞാൻ എൻ്റെ വയറുവേദന എപ്പോഴും റെഡി ആയിട്ടൊന്നുമില്ല, നമ്മളൊരു ആശ്വാസം ഉണ്ട് തന്നെ ഉള്ളൂ. എന്താ റീസൺ സംഭവിച്ചത്? ഇത് ഉറങ്ങി നോക്കി നിങ്ങൾ. പാവം നല്ല ഉറക്ക. കണ്ണ് ചെറുതായിട്ട് ഇങ്ങനെ തുറക്കുന്നുണ്ടല്ലോ. വെയിലാണ് ഉണ്ടോ? അവിടത്തൊക്കെ വെയിലാണ്, തണലില്ല അവിടെ. എന്താ ഉറക്കം എഴുതിയിട്ടറിയാം. ഷൂ ഒക്കെ ഒന്ന് കഴിച്ചിട്ട് കൊടുത്തിയാ. കാരണം എന്താ വെച്ചാലേ ഞാനവളിപ്പോൾ എണീക്കുന്നു കരുതി ഒച്ചയമ്പളിയൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ യാതൊരു പ്രശ്നമില്ല. ഇവിടെ ആണെങ്കിൽ ചെറിയൊരു കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സുഖത്തിൽ അങ്ങനെ ഉറങ്ങണം. എന്താ നല്ല കാറ്റ്. നോക്കുകയാണെങ്കിൽ കാറ്റ് വരണ ഭയങ്കര ഇഷ്ടമാവും. ഉറങ്ങണം. ഇവിടെ നിന്ന് പോകാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പോകാൻ കുറച്ച് അത്യാവശ്യം നേരം എടുക്കും. കുറച്ചൊന്നല്ല, കുറച്ച് തോനെടുക്കും. നീച്ചോ? നീച്ചല്ലേ? എന്താണ് ഇലക്ഷൻ്റെ പാട്ടാണ്. അപ്പൊ കാണിച്ചു പോന്നു. എന്താ പറഞ്ഞു? പക്ഷെ പ്രാവശ്യം ഗുളികക്കൊക്കെ റേറ്റ് കുറവുണ്ട്. 710 റുപ്യ ഡോക്ടർ ഫീസ്, 300 റുപ്യ. ഇനി അടുത്ത 21-ാം തീയതിയാണ് വരേണ്ടത്. അത് ഈ മാസം. നീച്ചോ? വെള്ളം കുടിച്ചണ്ടേ? നീച്ചളെ നീ മതി ഉറങ്ങി. ഇനി പോകുമ്പോൾ കാഴ്ചകൾ കണ്ടു പോകാം നമുക്ക്. വെച്ച് ബാക്കിലാക്കണ വെള്ളം അച്ഛ വെച്ചിരുന്നു അവിടെ ബാഗിൻ്റെ അപ്പുറത്ത്. നല്ല ഉറക്കം ഉറങ്ങിയിരിക്കണേ അല്ലേ? പിന്നെ അവിടെ മെഡിസിൻ അതെന്താണ്? അല്ല അതെന്താണ്? 3 ആഴ്ച കഴിയട്ടെ പറഞ്ഞാൽ അതിന് ഡേറ്റ് വെക്കണേ. അപ്പോൾ നമുക്ക് ഓടുള്ളൂ. പെട്ടെന്ന് ഡേറ്റ് വേറെ എന്തെങ്കിലും പരിപാടി വന്നാലോ? ആ പരിപാടി മാറ്റി വെക്കണ്ടേ? ഇനി പോകുമ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ടൊക്കെ പോവാട്ടോ. വെച്ചാ ബസ്സൊക്കെ കണ്ടിങ്ങനെ നടക്കുക. 1-2 സാധനം വാങ്ങണം. ഫാൻസി സാധനം വാങ്ങണ്ടേന്ന്, അത് വാങ്ങി. ഇനി ഇവിടെ 20 റുപ്യക്കുള്ള ട്രൗസർ വാങ്ങണം. ടോക്ക് ഉള്ളിവട കണ്ടിക്കണതിന്. ഇതാണ് ഉള്ളിവട. അത് വേണ്ട. അതുപോലെ ഉള്ളിവടയാണതേ. ഉള്ളിവടയും ചായയാണ്. അങ്ങനൊന്നും കാട്ടരുത്. എന്താണ് ശരിക്കും? ആ അതെ അല്ലേ? മതി. ഞാൻ പിന്നെ ഒരു പൊളിച്ച എനിക്കെന്താ ഉള്ളത്, ഒരു ക്ഷീണം, ആ ഒരു വയറുവേദന ഒക്കെ കഴിഞ്ഞിട്ടേ സുഖം കിട്ടണം. അപ്പോൾ ഒരു പൊടിച്ചാൽ കയറ്റിയിൽ പവറാക്കി കയ്യോളി ഇതൊന്ന അരിക്ക്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടില്ല, 3 ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടല്ലേ? 1700 രൂപയുടെ ഒരു ടെസ്റ്റ്. അത് എന്തറിയാനുള്ള ടെസ്റ്റാണെന്ന് ചോദിച്ചപ്പോൾ അവള് പറയാം സ്കാനിങ് കഴിഞ്ഞിട്ട് എടുക്കാനുള്ള ടെസ്റ്റ്. ഞാനിപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ അതിൻ്റെ മട്ടം പോലെ ചോദിക്കണ്ടേ? ലാര്യ അല്ലേ? എന്താ സംഭവം? ഉള്ളിവട ചായ കുടിച്ചില്ലേ? ഇഷ്ടമായോ? ഉള്ളിവട പറ്റിയിട്ടില്ലല്ലേ? അതെന്താ സംഭവം? അത് ഒരു സുഖം കിട്ടിയില്ലല്ലേ? വേറെ ദിവസം നമുക്ക് വേറെ കടിയാക്കാം. ഉള്ളിവട തിന്നിട്ടില്ല. എന്നിട്ട് ഏതായാലും ലാബിലാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ടെസ്റ്റിനും കൂടി കൊടുക്കട്ടെ എന്തൊക്കെയായാലും. ഓക്കെ. ചെങ്ങൈമാരെ ഓരോ കൊണ്ടുപോയി വീട്ടിലിറക്കി. ഞാനപ്പോൾ അങ്ങാടിയിലേക്ക് തന്നെ ഓടാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഉച്ച വരെ ഏതാണ്ട് 100-300 രൂപയ്ക്കൊക്കെ ഓടിയിരുന്നു. ഇന്നത്തെ ദിവസം മുഴുവനായിട്ട് നമ്മൾ ഓടുകയാണെങ്കിൽ നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ 800 രൂപയ്ക്കോ 900 രൂപയ്ക്കൊക്കെ ഓടാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10 മണിക്ക് വന്ന ഞാൻ 1:10 വരെ ഈ പറഞ്ഞ പോലെ 300 സംതിങ് രൂപ, 330 എന്താ ഞാൻ ഓടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ
ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ചെങ്ങന്മാരെ നേരത്തെ നാട്ടുകാർ വിളിച്ചു കൊണ്ടുപോയി ഓല ഒരു ലോക്കല് അങ്ങാടിയിലേക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങാടിയിൽ നിന്ന് നാട്ടിലേക്ക് തന്നെ ഒരു ലോക്കൽ കൂടി കിട്ടി. ഇന്നലെ നമ്മളൊരു 300 രൂപയ്ക്ക് എണ്ണ അടിച്ചതായിരുന്നു. ഇന്ന് നമ്മളുടെ വണ്ടിയിൽ എണ്ണയില്ല. അതായത് ഇപ്പൊ നമ്മള് ഇന്നലെ നിലമ്പൂർ പോയി, ഇന്നലെ നമ്മളെ ഓടി കുറച്ച് നേരം. അതുപോലെ തന്നെ ഇന്നും നിലമ്പൂർ പോയി കുറച്ച് നേരം ഓടി. ഇനിയിപ്പോ ഒന്ന് എണ്ണ അടിക്കാനാണ്. ഇപ്പൊ ഞാനിവിടെ പമ്പിൽ കയറുവാണ്. ഇന്നും തന്നെ 300 രൂപയ്ക്ക് തന്നെ അടിക്കണം. തുറന്നു. നിങ്ങളെ സ്കാനർ എവിടെയാണല്ലേ? അപ്പോൾ ഇന്ധനം റെഡി ആക്കിയിട്ടുണ്ട്. ഇന്ധനത്തിന് ഇനി പ്രശ്നമല്ല. ഇനി നമ്മൾ ഓടിയാൽ മതി. ഓട്ടം കണക്കാൻ 6 മണി കഴിഞ്ഞില്ലേ. എന്താ വെച്ചാല് നമ്മൾക്ക് ഉള്ള നേരം പിന്നെ 8 മണി വരെയൊക്കെ തന്നെ ഉള്ളു ഓടുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മള് രാവിലെ തൊട്ട് വേറെ പല പരിപാടിയിലായിട്ട് ഈ നേരത്ത് നമ്മൾ കൂടുതൽ നേരം അധ്വാനിക്കാം. അതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. നമ്മളേറെ ക്ഷീണിക്കാൻ നല്ലാതെ പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവില്ല. ചെങ്ങൈമര സമയം 7:45. ഇവിടെ ഈ നേരത്ത് കൊടികളൊക്കെ പറക്കണണ്ട. ഞങ്ങളുടെ പാലമാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഉണ്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. എന്താ പറയുക, ഇന്നത്തെ ഓട്ടം ഞാൻ പൂർണ്ണമായിട്ടും നിർത്തിയിട്ട് ഇങ്ങനെ പാലത്തിങ്ങനെ ഇരിക്കുക കരുതി കുറച്ച് നേരം. ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഓരോ താരത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ നല്ല സുഖമാണ്. ഇന്ന് മഴയില്ല കേട്ടോ, രാത്രിയിൽ മഴയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ 510 ഉറുപ്പ്യക്കാണ് മൊത്തം ഓടിയത്. മൊത്തം 510 ഉറുപ്പ്യക്ക് ഓടിയിട്ടുള്ളൂ. ഭയങ്കര മോശമായി. ഇതൊന്നും അങ്ങനെ പറയാൻ വേണ്ടി പറ്റൂല. നമ്മൾ കുറേ നേരം നമ്മൾ ഓടാതെ നടന്നില്ല അല്ലേ? ഓടാതെ കുറേ നേരം നടന്നു നമ്മൾ. അപ്പോൾ അവിടെ ഉണ്ടോ ആ വണ്ടൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. വണ്ടൂർ ഫെസ്റ്റിൻ്റെ അവിടുത്തെ വെളിച്ചമാണ് ആ കാണുന്നത്. വണ്ടൂർ ഫെസ്റ്റിൻ്റെ വെളിച്ചം ഏതായാലും കൊള്ളാം. നൈറ്റിൽ കുറച്ച് ലൈറ്റ് മതി, സാധനം കാണും. പിന്നെ തന്നെ ഇപ്പോൾ ഇവിടെ കാണില്ല. ഇവിടേക്കൊക്കെ വളരെ കുറഞ്ഞ ലൈറ്റുള്ളൂ. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ പോകുള്ളൂ. ചിലപ്പോൾ അപ്പോഴൊക്കെ കാര്യമൊക്കെ ഉറങ്ങി ഇന്നൊക്കെ വരാം. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ ഇരിക്കാതെ, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ ഇരിക്കുക, എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുക ആവാൻ വേണ്ടി പാടില്ല. ചെക്കന്മാർ ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കണം നാട്ടിൽ. ഇല്ലാന്നാണെങ്കിൽ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് വല്ല നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ല. നമുക്ക് അവരും വേണം, എല്ലാവരും വേണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതൊരു പ്രത്യേക ഫീലാടോ, ഇവിടെ നാട്ടിൽ ചെക്കന്മാരുടെ ഇടയിൽ ഇരിക്കുക എന്ന് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അവന് പറഞ്ഞ പോലെ മാനത്തെ ചന്ദ്രനുണ്ട്. ആഹാ, മാനത്തെ ചന്ദ്രനൊക്കെ ഉണ്ടാക്കിയുള്ള മാനത്തെ ചന്ദിരാന്ന്. അങ്ങനെയെങ്കിലും ഓക്കെ. എന്നാൽ ശരി, ഗുഡ് നൈറ്റ്. ഞാൻ ഇനി നാളത്തെ ദിവസം കാണാം കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ഇനി നാളത്തെ ദിവസം